വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അയാൾ ഇനി വെളുക്കൂല. അയാളുടെ ഇമേജിന്റെ കാര്യമാണ് കേട്ടോ പറയണത്. എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയാം പുള്ളി എങ്ങനെയാണ് ആ സ്റ്റാഫിന്റെ അടുത്ത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൽ ആ മുതലാളി എന്ന് പറയുന്ന മറ്റേ സിബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ആർക്കെങ്കിലും പെൺകുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അതായത് മോശമായ രീതിയിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, കാരണം ഒരു പെൺകുട്ടിയുടെ വോയിസ് അടക്കം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വച്ച് ചെയ്തത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇന്നലെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിലൊരു പെൺകുട്ടി ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളും ആ കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നടന്നതും ആ കുട്ടിയുടെ അനുഭവം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ വച്ച് താമസിപ്പിക്കുന്നില്ല, വോയിസ് ഞാൻ കൊടുക്കാം ഇവിടെ. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അയാൾ ഇനി വെളുക്കൂല. അയാളുടെ ഇമേജിന്റെ കാര്യമാണ് കേട്ടോ പറയണത്. എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയാം പുള്ളി എങ്ങനെയാണ് ആ സ്റ്റാഫിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അത് വെളുപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളി അയ്യോ ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, നീ അങ്ങനെ പറയല്ലേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇനി എങ്ങാനും നമ്മളാ ഓഡിയോയിൽ ലീക്കുമെന്നായ അയ്യോ ഞാൻ വെള്ളം അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞാണേ, നീ അങ്ങനൊന്നും ഓർക്കല്ലേ. പിന്നെ ഒരു തവണ വെള്ളം അടിച്ചതിന്റെ പുറത്ത് ഒരു സ്റ്റാഫിന് നീ എന്റെ ജീവനാണ്, നീ എന്റെ പ്രാണനാണെന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലോട്ടിട്ട ഒരു ചരിത്രം ഉണ്ട് ഇയാൾക്ക്. അതൊന്നും നമ്മൾ കുത്തിപ്പൊക്കുന്നില്ല, നമ്മുടെ കയ്യിൽ ആ ഓഡിയോ ഒന്നും ഇല്ലപ്പാ. നമ്മളെല്ലാം ജോലി കഴിയുമ്പോഴത്തേനും അതെല്ലാം കളയും. കാരണം ഇയാളുടെ വോയിസ് ജീവിതകാലം മൊത്തം കേട്ടോണ്ടിരിക്കാൻ നമുക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം ഡിലീറ്റ് ആക്കി കളയും നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് ആരുടെ കയ്യിലും പ്രൂഫ് ഇല്ലാത്തത്. ഇയാൾ അയക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു 10-37 വോയിസ് ഒക്കെ ഒരു ദിവസം ഇയാൾ അടിച്ചു വിടും. അതിനകത്ത് ഒരു നല്ല വാക്ക് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല. ഫുള്ള് തെറി പ്രാക്കും അതും ഇതും ഒക്കെയാണ്. ഒരുമാതിരി പെണ്ണുങ്ങള് ഈ കോളനി കിടക്കുന്ന പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെയാണ് ഈ ചെറ്റ വർത്താനം ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇയാൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ ഓർക്കും നമ്മളൊക്കെ എത്ര ഭേദമാണെന്നുള്ളത്. അത്രയ്ക്കുണ്ട് കോളനി പെണ്ണുങ്ങളെ പോലെ ഇയാൾ സംസാരിക്കുന്നത്. ഷിജി എന്നോട് അങ്ങനെ ചെയ്തു, ഷിജി എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ വന്നപ്പോ എഴുന്നേറ്റ് എന്നില്ല, മുണ്ട് മടക്കി കുത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് തുടങ്ങും ഗ്രൂപ്പിൽ ഒരു മോരെ വോയിസ്. ഒന്നും പറഞ്ഞിട്ട് അയാള് അയക്കുന്ന മെസ്സേജ് അപ്പ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്ത് കളയും. ഈ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജ് നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ വല്ല വഴി ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ പറഞ്ഞതാ. ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ അത് ആ വോയിസ് ഒക്കെ റിക്കവറി ചെയ്തെടുത്ത് തരും. ഒത്തിരി വോയിസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വോയിസ് ഉണ്ട്. ഇയാള് നിനക്ക് ഞാൻ എന്തും ചെയ്തു തരാന്നൊക്കെ ഇയാളുടെ ഒരു വൃത്തികെട്ട മോഡലേഷൻ. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടില്ലേ, അയാളുടെ ഒരുക്കി നിൽക്കുന്ന നെയ്യപ്പോ തുറക്കാനോ അവസാനമൊക്കെ അമ്മാതി ഇതിലാണ്. നമ്മള് ഈ തള്ള അയാളെ വെളുപ്പിക്കാൻ നല്ലതായിട്ട് നോക്കുന്നുണ്ട്. അതായത് എന്റെ സിബിച്ച അങ്ങനെയാണ്, സിബിച്ച ഇങ്ങനെയാണ്, സിബിച്ച വന്നാൽ നോക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറും കിണ്ടിയാണ്. അയാൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും എല്ലാം സ്കാൻ ചെയ്തിട്ടാണ് അയാൾ പോകുള്ളൂ. പിന്നെ അത്രയും പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് സൈസും ലുക്കും വെയിറ്റ് നോക്കി എടുക്കുന്ന ആള് മാനിയല്ല പോലും. പിന്നെ ഇയാളുടെ മെയിൻ ഒരു, അതായത് പെണ്ണുങ്ങളെ ഇയാൾ വളയ്ക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഇയാൾ ഇവരെ നേരെ ഷോപ്പിലോട്ട് കൊണ്ടുപോകും. ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ സൂപ്പർവൈസർ ആക്കും. സൂപ്പർവൈസർ ആയി കഴിഞ്ഞിട്ട് ഇയാൾ പറയും നീ രാത്രിയിൽ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം, എവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ഇത്ര എണ്ണമുള്ള ആളാണെങ്കിൽ, ഇത്ര കടയെ കുറിച്ച് കൺസേൺ ഉള്ള ആളാണെങ്കിൽ എന്തിനാണ് ഒരാളെ നിർത്തിയിട്ട് അയാളുടെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? അയാൾക്ക് ഒരു ക്യാമറ വെച്ച് വീട്ടിൽ നോക്കിയാൽ പോരെ. വെറുതെയാണ്. ആ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പിടിക്കുന്നതെല്ലാം എല്ലാവരും കാണുമല്ലോ. മുകളിൽ അയാളുടെ ഒരു സ്റ്റാഫുണ്ട് ഷിജി, അയാളുടെ എന്താ പറയുന്ന പെണ്ണെന്ന് തന്നെ ഞാൻ പറയും. ആ പെണ്ണാണ് ഈ ഷിജി എന്ന് പറയുന്ന വ്യക്തി. ഇയാളും കൂട്ടിക്കൊടുപ്പാണ്. ഈ പുള്ളിക്കാരിക്ക് പുള്ളി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ സ്റ്റാഫുകളോട് മിണ്ടുന്നൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കാരി ഇങ്ങനെ നോക്കി പേടിപ്പിക്കും. ഈ തള്ളേനെ, അതായത് ഈ ഷിജി എന്ന് പറഞ്ഞ ഈ തള്ളേനെയും ആ പുള്ളിനെയും അസ്വാഭാവികമായ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് അവിടുന്ന് പോയ ഒരു സ്റ്റാഫ് പറഞ്ഞ് എനിക്കറിയാം. ഞാൻ അവിടെ നിന്നൊരു സ്റ്റാഫാണ്, അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നിന്നപ്പോഴും ഇവരുടെ കണ്ണും കലാശമൊക്കെ നമ്മളും കാണുന്നതൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് 15 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് പൊയ്ക്കൂടായിരുന്നോ എന്ന്. പോകാൻ ഈ തള്ളയൊക്കെ വിട്ടിട്ട് വേണ്ടേ പോവാൻ? ഹോസ്റ്റലിൽ കിടക്കുന്ന സാധനം നമ്മുടേതല്ലേ, നമുക്കത് കൊണ്ടുപോകണ്ടേ? കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഈ സാധനമൊക്കെ ഒറ്റയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ പോകാനായിട്ടൊന്ന് പ്ലാൻ ചെയ്യുമ്പോഴത്തേനും അടുത്തുള്ള ബാക്കി സ്റ്റാഫുകൾ നമ്മൾ വിട്ടുകൊടുക്കും. അപ്പൊ ഇവർ നമുക്ക് ഇരട്ടിപ്പണി തരും. അങ്ങനെ നമ്മൾ പിടിച്ചവിടെ ഇടുന്നതാണ്. അല്ലാതെ ആർക്കും ഇഷ്ടമുണ്ടായിട്ട് നിൽക്കുന്നൊന്നുമല്ല. അതെന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തേ? നമ്മുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫേസ് കാണിച്ച് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആരും ഫേസ് കാണിച്ച് വന്ന് പറയാത്തത്. പിന്നെ
പിന്നെ നമ്മൾ മര്യാദയ്ക്ക് നിന്നിട്ട് പോവാന്ന് വെച്ചാൽ അവര് ഒരു കാരണം വെച്ചാലും വിടത്തില്ല. എന്നാൽ വഴക്കുണ്ടാക്കി പോവാന്ന് വെച്ചാൽ പ്രാക്കും അതും ഇതും പണി 8ന്റെ പണി 16 തന്നിട്ടൊക്കെ വിടുകയുള്ളൂ. അതുകൊണ്ടാണ് ആരും അവിടെ നിന്ന് പോവാണ്ട് പേടിച്ച് നിൽക്കുന്നത്. ഇപ്പൊ അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ മറ്റേ ഇതുണ്ടല്ലോ ഇന്റർവ്യൂ, അത് അങ്ങനെ ആവാമല്ലോ സാധനമുണ്ട്, അങ്ങനെ ആവാമല്ലോ എന്നൊരു സാധനം പറഞ്ഞു പഠിപ്പിച്ച് LKG പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കണ മാതിരി എന്തെന്നാന്ത്. പിന്നെ ഇവർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ അത്ര എൻജോയ്മെന്റിലാണ് നടത്തുന്നത്, ഞാൻ ഡാൻസ് കളിക്കും പാട്ട് പാടും എന്നൊക്കെ. ഇവരൊരിടയ്ക്ക് അടൂർ ടൗണിൽ കൂടെ ഈ പെണ്ണുങ്ങളെ എല്ലാം കൂടെ എടുത്തിട്ട് പേട്ട ഉരുളാൻ പോകുന്ന പോലെ കൊണ്ടു നടക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ടൈമിലുണ്ടായിരുന്ന കുറെ പേര് ഇറങ്ങിയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എടി ഇഷ്ടമല്ല പോകുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു നീന്ന്. അന്നേരം അവിടെ എന്ത് തോന്നി, ഇഷ്ടം ഉണ്ടായിട്ട് പോകുന്നതല്ല, പോയില്ലെങ്കിൽ അതിന് തെറിയും വഴക്കും കേൾക്കണം, അതുകൊണ്ട് കഷ്ടപ്പെട്ട് അവരൊക്കെ പോണത്. പിന്നെ ഒരു ചേട്ടൻ പറയുന്ന കേട്ടു ഓർഡർ എടുക്കുന്നൊക്കെ ഉള്ളതാണ് ഇവിടെ, നമുക്ക് ഉള്ളത് തന്നെ, അത് നമുക്ക് ഉള്ളതെന്ന് തന്നെ പറയണമല്ലോ. അവര് സംഭവമൊക്കെ സത്യമാണ്. അതായത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 hours നമുക്ക് കംപ്ലീറ്റ് സാധനം സോൾഡ് ഔട്ട് ആണ്. അവർ പറയുന്നതൊക്കെ സത്യം തന്നെയാണ്, സോൾഡ് ഔട്ട് ആണെന്നുള്ളത്, വേറെ ഒന്നല്ല. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങൾ അവര് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇന്ന ആൾ പോയി ഡ്രസ്സ് മാറി. ആ ആൾക്കാർ ഡ്രസ്സ് മാറും. അതിനകത്ത് വീഡിയോയിൽ കാണിക്കാൻ കൊള്ളാത്ത കുറെ പേരുണ്ട്, അവരൊന്നും കാണിക്കത്തില്ല. പിന്നെ ഈ കറുത്തവരൊക്കെ ജോലിയിലുണ്ടായിരുന്നു, കറുത്തവരൊക്കെ ജോലിയിൽ എടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവരത്തില്ല. അവർ പറയും കാണാൻ കൊള്ളില്ല കറുത്താന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോയിൽ എടുക്കത്തില്ല. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. കറുത്ത ആൾക്കാരൊക്കെ നമ്മുടെ അവിടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളോട് മോശം ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ഇതുപോലെ ഈ കുട്ടി എന്നെ ഇന്നലെ സംസാരിച്ചിരുന്നു, ഒരുപാട് നേരം സംസാരിച്ചു, കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫുകളെ ഞാനിപ്പോൾ കുറ്റം പറയത്തില്ല. ചിലപ്പോൾ അവരുടെ സാഹചര്യം, ജീവിത സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കും അവരവിടെ നിൽക്കുന്നത്, പിടിച്ചു നിൽക്കാൻ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ അതുപോലെ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീകളെയും മോശമായിട്ട് ആരും കമന്റിലൂടെയോ ഒന്നും പറയാതിരിക്കുക ദയവ് ചെയ്ത്. അവരൊക്കെ അവരുടെ സാഹചര്യങ്ങളും ഗതികേടും കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ഒരിക്കലും അവരെയൊന്നും മോശം ആരും പറയാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. കാരണം അവരത് അർഹിക്കുന്നില്ല. അവിടെ ഈ പറയുന്ന മുതലാളി അവരുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്കുകളാണ് നമ്മൾ എന്തായാലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെന്ന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, അത് പറയേണ്ട കാര്യമില്ല. കാരണം ആ ഗതികേടൊക്കെ ആയിരിക്കും, ഓരോരുത്തരുടെ ഗതികേട് പോലെയാണ് അവരൊക്കെ വന്ന് ജോലി ചെയ്യുന്നതും. അവർക്ക് ചിലപ്പോൾ കിട്ടുന്ന പോലെയൊക്കെ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ശമ്പളവും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവരെയൊന്നും കുറ്റം പറയേണ്ട ഒരു കാര്യം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരുപാട് കമന്റ് ബോക്സുകളിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് പേരൊക്കെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വന്ന് മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. പലരും മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അതൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല. അപ്പോൾ ഇന്നലെ ഈ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച സമയത്തും ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് തോന്നിയത്. ഇങ്ങനെ പിന്നെ ഞാൻ അപ്പോഴാ പെൺകുട്ടിയോട് എടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല, പേടിയാ ആ ഒരു സാധനമാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞതിന് തെളിവുകൾ അടക്കം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ വോയിസ് കാര്യങ്ങൾ ഈ വ്യക്തി ഇവർക്ക് അയച്ചിട്ടുള്ള നല്ല പഞ്ചാര വർത്തമാനങ്ങളുള്ള വോയിസുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതായത് ഇവർ നേരത്തെ ജോലി ചെയ്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കയ്യിലില്ല. അവർ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കുമെന്നാണ് ഈ കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആ വോയിസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ. പിന്നെ അതൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അയക്കുക എന്ന് എനിക്ക് വേറൊരു രീതിയിൽ പറയാനുള്ളൂ. ആരെങ്കിലും കയ്യിൽ ഇതുപോലത്തെ വോയിസോ കാര്യങ്ങളോ ഇങ്ങനെ മോശമായി പെരുമാറി എന്തെങ്കിലും വോയിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അയക്കുക. കാരണം ഇങ്ങനെ ഒരു രീതിയിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിന് ആവശ്യമില്ല. മനസ്സിലായോ? മാന്യമായി നടത്താൻ പറ്റുന്ന സ്ഥാപനമാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന സിബി എന്ന് പറയുന്ന ആള് സ്ത്രീകളോട് പെരുമാറുന്നത് മോശമായ രീതിയാണെന്ന് ഈ പറയുന്ന ലേഡിക്ക് അറിയത്തില്ല, അങ്ങയുടെ വൈഫിന് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. എത്രത്തോളം സത്യം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇതേ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോൺടാക്ട് മീ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇട്ടാണ്. ബൈ.